ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? നമ്മൾ കുറേ കാലമായിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒന്നിടാന്ന് കരുതി. നമ്മുടെ നാട്ടിൽ, അതായത് തിരൂർ പുതിയങ്ങാടി നേർച്ചയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസങ്ങളിലായി പുതിയങ്ങാടി നേർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബാണ് കേട്ടോ. ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് കേട്ടോ നമ്മുടെ പുതിയങ്ങാടി നേർച്ച. അപ്പോൾ അതിൽ നമ്മൾ പോയിരുന്നു. അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അടിപൊളിയല്ലേ? ചട്ടിയൊക്കെ നോക്ക്. നമ്മൾ ഗ്യാസ് വയ്ക്കുന്ന പാത്രത്തിലല്ല ഇങ്ങനെ പിടുത്തമൊക്കെ കണ്ടുള്ളൂ. ഇപ്പോൾ ചട്ടിയിൽ വരെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വിളക്കൊക്കെ നോക്കി അടിപൊളിയായിരിക്കുന്നു അല്ലേ? എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. പക്ഷെ എന്താ, നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒക്കെ കാണാമെന്നല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഏട്ടനും കൂടി പിന്നെ രാത്രി ഇങ്ങനെ കുറച്ച് നമ്മുടെ പുതിയങ്ങാടി നേർച്ചൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ പോയി. അങ്ങനെ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ അങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നേർച്ചയായാലും വേലയായാലും പൂരായാലും ഒക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ? നമ്മളിപ്പോൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ കാണാൻ, നടന്ന് കാണാനൊരു പ്രത്യേക വൈബാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ മക്കളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഏട്ടനും മാത്രമായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരുപാട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയല്ലേ ഈ ബലൂണൊക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ മോളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വാശിയാവട്ടെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരില്ലാഞ്ഞാൽ ഒരു പക്ഷേ നന്നായെന്ന് ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ ഒന്നാമത് തിരക്കും കാര്യങ്ങളല്ലേ, പിള്ളേരെ കൊണ്ടൊക്കെ വരച്ചാൽ വലിയ റിസ്ക്കാണ്. ഉപ്പിലിട്ടതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷേ ഒരു പേടി, കഴിച്ചാൽ വലിയ പ്രോബ്ലം പറ്റുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും പിന്നെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഇത്രയും നടന്ന് കണ്ടിട്ട് കാര്യമായിട്ട് വാങ്ങിയത് ചവിട്ടി കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലേ. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ഫീലിംഗ് നമുക്ക് തരും അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ? ആർക്കൊക്കെ അങ്ങനെ തോന്നിയത് കണ്ടപ്പോൾ? നമ്മളൊക്കെ പണ്ട് കാലത്ത് എത്ര തവണ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ ഭയങ്കര പേടി കേട്ടോ. പിന്നെ നേർച്ചേൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നേർച്ച മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ചേച്ചിയും കൂടി ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എനിക്കെന്തോ അത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കി എന്നല്ലാണ്ട് ഇഷ്ടമായില്ല. പണ്ടത്തെ മോഡൽ തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നോക്കി. പക്ഷേ എനിക്ക് സെറ്റായില്ല. എനിക്ക് ഒരെണ്ണം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അത് 350 അങ്ങനെ ഒരുപാട് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ട് അത് കാരണം ഞാൻ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളിൽ പുളിയൊന്നും ഇടാൻ പാടില്ലല്ലോ. അതിൻ്റെ ഉള്ളിലാണ് പെട്ടെന്ന് ഞങ്ങൾ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേട്ടോ. കുറച്ച് നേരം നിന്ന് വരവുകളെ കണ്ട് വീട്ടിലോട്ട് പോയിട്ടാ. വീട്ടിലെത്തിയപ്പോഴേ ഒരുപാട് വൈകി. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ചകൾ. ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.